നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത നാടക നടനും സിനിമാ നടനുമൊക്കെയായ ശ്രീ KPAC പ്രേമേന്ദ്രനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും ഖത്തറിൽ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക വേദിയിൽ വെച്ചിട്ടാണ്. പ്രേമേന്ദ്രനും ട്രൂപ്പും കൂടി അവിടെ ഒഥല്ലോ നാടകം അവതരിപ്പിക്കാനായി ഒരു സംഘടനയുടെ കെയർ ഓഫിൽ അവിടെ എത്തുകയും ഫ്രിജ് ഉംറാനിൽ സാംസ്കാരിക കേന്ദ്രത്തിൽ വരികയും അവിടെ വെച്ച് ഒരാഴ്ചക്കാലത്തോളം നാടകത്തിൻ്റെ റിഹേഴ്സലായിരുന്നു. സത്യത്തിൽ ഒരു അതുല്യ നടൻ എന്ന് വേണം പറയാൻ. പല രാവുകളിലും നാടകത്തിൻ്റെ റിഹേഴ്സൽ തീരുമ്പോൾ 12 മണി 1 മണിയൊക്കെയാണ്. ശാന്തസുന്ദരമായ പ്രദേശത്ത് ഗൾഫെന്നൊന്നും തോന്നില്ല. ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു 2 നില കെട്ടിടവും വലിയൊരു ഹാളുമൊക്കെ ആയിട്ടുള്ള ഒന്നാണ് അവിടെ ഉണ്ടായിരുന്നത്. രാവേറിയാൽ പിന്നെ നിശബ്ദമായ ഒരു അന്തരീക്ഷം, ചുറ്റുപാടും വീടുകളൊക്കെ കുറവാണ്. അങ്ങനെ ഈ നാടക റിഹേഴ്സൽ സമയത്താണ് ശ്രീ പ്രേമേന്ദ്രനെ കാണുന്നതും സിനിമയുടെ പിന്നിലും മുന്നിലുമുള്ള കഥകളും അഭിനയത്തിൻ്റെ വിവിധ തലങ്ങളും നാടകത്തിൽ അഭിനയിച്ച ഓർമ്മകളും എല്ലാം റിഹേഴ്സലിന് ശേഷം 2-3 ദിവസം നിരന്തരം രാവേറെ ചെല്ലുന്നതുവരെ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചും കൂടി പറയണമെങ്കിൽ ശ്രീ ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ പ്രേംജിയുടെ മകനാണ് ഇദ്ദേഹം. രാത്രിയുടെ 2-ാം യാമമൊക്കെ കഴിഞ്ഞ് 3-ാം യാമം തുടങ്ങുമ്പോൾ ശരവണ ഒരു സുലൈമാനി കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ കെറ്റിൽ തിളപ്പിച്ച് കൊടുത്ത കട്ടൻ ചായയും കുടിച്ച് പാട്ടും പാടി ഞങ്ങളൊരു 4-5 പേർ അന്നവിടെ രസകരമായ ദിനങ്ങൾ പങ്കിട്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ആ അനുഭവങ്ങൾ. തീർച്ചയായും കൃഷ്ണശിലയായി എന്ന എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന്